നേരത്തെ ഷാഫി ചാലിം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം താങ്കൾക്ക് നൽകാം. നിങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധികൾ എങ്ങനെ പാഠപുസ്തക കമ്മിറ്റിയിലടക്കം ഇടം പിടിച്ചു? നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ ഈ മാനസികമായിട്ട് അസ്വാസ്ഥ്യമുള്ളവരെ സ്വാഭാവികമായിട്ടും നമ്മൾ പിടികൂടി ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ ഈ അസ്വാസ്ഥ്യമുള്ളവൻ പറയും, എനിക്കല്ല ഭ്രാന്ത്, ഇതാ ഇയാൾക്കാണ് ഭ്രാന്ത്, ഈ പിടികൂടാൻ വന്നവരെ ചൂണ്ടിക്കാണിച്ചിട്ട്. അമ്മട്ടിലാണ് ഷാഫി ചാലിയം പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഗീയതയുടെ ചളിയാണ് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ, ചോര മുഴുവൻ. എന്നിട്ട് അദ്ദേഹം മറ്റുള്ളവരെ വർഗീയവാദിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് ഷാഫി ചാലിയത്തിൻ്റെ ഒറ്റപ്പെട്ട ഒരു സമീപനമല്ല. ഇപ്പോൾ ഈ നിലമ്പൂരിൽ UDFന്റെ ചോദിച്ചതിന് മറുപടി പറയും. അതിലെന്താ സ്വരാജിനെ വിശേഷിപ്പിക്കുന്നത്? മറുപടി ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. പാകിസ്ഥാൻ ചാരൻ എന്നാണ് അദ്ദേഹം. മുസ്തഫ, നമ്മുടെ ചർച്ചയിൽ ഉയരാത്ത ഒരു കാര്യത്തെ കുറിച്ച് താങ്കൾ ആരോടാണ് ഈ മറുപടി പറയുന്നത്? പാഠപുസ്തക കമ്മിറ്റിയിൽ എടുത്തോ ഇല്ലേ അത് പറ. ഒച്ചപ്പാട് വേണ്ട, പറയും. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതെ ശരി, ശ്രീ ഷാഫി ചാലിയം അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന്റെ രീതിക്ക് അദ്ദേഹം പറയുന്നേ, നാട്ടുകാർ കാണല്ലേ. അതല്ലല്ലോ പറയണേ. അതെ, താങ്കൾ കേട്ടിരുന്നോ നേരത്തെ സ്മൃതി? നേരത്തെ ഷാഫി സംസാരിക്കുന്നത് താങ്കൾ കേട്ടിരുന്നില്ലേ? അപ്പൊ വിജയരാഘവനെ കുറിച്ചിട്ട് ഷാഫി ചാലിയം എന്താ പറഞ്ഞത്? അത് സ്മൃതി കേട്ടിട്ടുണ്ടോ? ഷാഫി ചാലത്തോട് അത് ചോദിക്കുന്നില്ല. രാഘവനെന്ന് അത് പറയാൻ എനിക്ക് കാരണമുണ്ട്. വയനാടിലെ 4.5 ലക്ഷം മതനിരപേക്ഷരെ ഇസ്ലാമിക ഭീകരവാദികളാക്കിയവനാണ് വിജയരാഘവൻ. അതുകൊണ്ട് അങ്ങനെ തന്നെ വിളിക്കും. ശരി, അദ്ദേഹത്തിന് പറയാൻ അവസരം കൊടുക്കൂ. അദ്ദേഹം പറയട്ടെ. PPP മുസ്തഫ, താങ്കൾക്ക് പറയാം, പാഠപുസ്തക കമ്മിറ്റിയിൽ ജമാഅത്തെ പ്രതിനിധി ഇല്ലേ, ഉണ്ടായിരുന്നില്ലേ? താങ്കൾ കാണേണ്ടത് അങ്ങനെ ഈ എസ്ഓർണോ താങ്കൾ ആദ്യത്തെ സെഷനിൽ ചോദിച്ചപ്പോൾ ഞാൻ അതിന് നിന്ന് തന്നിട്ടുണ്ട്. ഇവിടെ കാണേണ്ടത് എന്താ? നിങ്ങൾ 4 പേര് കൂടി സംസാരിച്ചു. അതിൽ ഹാരിസിന്റെ കുറച്ച് ഭാഗം ഒഴിവാക്കി നിർത്ത്. ബാക്കിയെല്ലാം ഞങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ഇപ്പോൾ ഷാഫി ചർച്ച തുടങ്ങിയത് എങ്ങനെയാ? ഞാൻ പറഞ്ഞതിന് മറുപടിയാണ്, അല്ലാതെ സ്മൃതിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടല്ല ചർച്ച തുടങ്ങിയത്. അതുപോലെ ഉന്നയിച്ച ആരോപണത്തിന്മേലാണല്ലോ നമ്മുടെ ചർച്ച, അല്ലേ? MP ഗോവിന്ദനല്ലേ ഇവിടെ വർഗീയ മുന്നണിയെ കുറിച്ച് പറഞ്ഞത്? അപ്പോൾ അതല്ലേ നമ്മുടെ ചർച്ച? താങ്കൾക്കാണ് ഞാൻ ആദ്യത്തെ 15-18 മിനിറ്റും തന്നത്. ഈ പറയുന്നത് ശരിയല്ല. ഇനി പറയും. താങ്കൾ പറയുന്നത് ശരിയല്ല. താങ്കൾ 18 മിനിറ്റ് എനിക്ക് തന്നിട്ടില്ല. അതിൽ 10-14 മിനിറ്റും താങ്കളാണ് എടുത്തത്. ഇടയ്ക്കിടെയുള്ള ചോദ്യങ്ങളായിട്ട് താങ്കളാണ് എടുത്തത്. അതൊന്ന് നോക്കൂ. ഇവിടെ ഞാൻ ഷാഫി ചാലിയം ഞങ്ങളുടെ നേതാവിനെ വർഗീയവാദി എന്ന് വിളിച്ചപ്പോൾ അനങ്ങാതിരുന്ന സ്മൃതിക്ക് ഈ ശരീരം മുഴുവൻ വർഗീയതയുമായിട്ട് നടക്കുന്ന ഷാഫിയെ കുറിച്ച് അത് പറയുമ്പോൾ എന്തേ പൊള്ളാൻ കാരണം? അപ്പൊ ഷാഫി വർഗീയ പ്രസംഗം ഞാൻ കേട്ടില്ല. ഞാൻ വിജയരാഘവന്റെ വർഗീയ പ്രസംഗം കേട്ടിട്ടുണ്ട്. അത് കേൾക്കില്ല. അതാണ് നിങ്ങൾ സെലക്ടീവ് ആവുകയാണ്. ഇത് റിപ്പോർട്ടർ ചാനലാണോ അല്ല UDFന്റെ വേദിയാണോ? ശ്രീ VPP മുസ്തഫ, ചോദ്യങ്ങൾക്ക് രോഷം കാണിക്കേണ്ടത് കാര്യമില്ല. ഞങ്ങളുടെ നേതാവിനെ അപമാനിച്ചിട്ട് തോന്നിയ ദിവസം പറയുന്നോ? ഞങ്ങളുടെ നേതാവിനെ അപമാനിക്കാനുള്ള വേദിയാണോ റിപ്പോർട്ടർ ചാനല്? അതിന് കൈയടിക്കാനാണോ സ്മൃതി പിന്നെ പരുത്തിക്കാട് വന്നിരിക്കുന്നത്? എന്തോ ആർക്കും ആരെയും കുറിച്ച് ആക്ഷേപിക്കാമെന്നാണോ? അതൊന്നും കേട്ടിരിക്കാൻ പാടില്ല. നിങ്ങൾ റിപ്പോർട്ടർ ചാനലിന്റെ CPM പ്രതിനിധിയായിട്ട് എന്നെ വിളിച്ചതാണോ? അല്ല, പിന്നെ പരുത്തിക്കാടിന്റെ ഒരു അടിമയെ പോലെ ഞങ്ങൾ മറുപടി തന്നെയാണ് ഷാഫി പറഞ്ഞുകൊണ്ടേയിരിക്കും. മറുപടി ഇല്ലെങ്കിൽ ഷാഫി മിണ്ടാതിരിക്കണം. എന്തിനാ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ റെയ്ഡ് നടത്തണം എന്ന് പറഞ്ഞത്? ആര്യാടൻ ഷൗക്കത്ത്. ആ ആര്യാടൻ ഷൗക്കത്തിനെ പേറേണ്ടി വരുന്ന അങ്ങേറ്റത്തെ മ്ലാനതയിലാണ് ഈ ഷാഫി ഇരിക്കുന്നത്. അതിന് കയറിയിട്ട് വിജയരാഘവനെ ചീത്ത പറയാ വേണ്ടത്?
പാഠപുസ്തക കമ്മിറ്റിയിൽ എടുത്തോ എന്ന ചോദ്യത്തിന് ഇതാണോ ഉത്തരം? ഇതാണോ ഉത്തരം? പാഠപുസ്തക കമ്മിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമി എടുത്തോ എന്ന ചോദ്യത്തിന് ഇതാണോ ഉത്തരം? അപ്പൊ താങ്കൾ എടുത്ത മറുപടി ഇല്ല അല്ലേ? ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് തിരിയും. പ്രേക്ഷകർ നിങ്ങളെപ്പോലെ മണ്ടന്മാരും പൊട്ടന്മാരും ഇല്ല, മനസ്സിലായിക്കുക. ആര്യാട് മുഹമ്മദാണ് ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞത്. അതല്ലല്ലോ. നിനക്ക് എന്താണ് ഞാനും ശ്രുതിയും ചോദിച്ചത്? പാഠപുസ്തക കമ്മിറ്റിയിൽ എടുത്തോ ഉത്തരവാണോ ഈ പറയുന്നത്? ആരെയും എന്തും പറയാൻ ഉത്തരം താങ്കൾ എടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് ഇല്ലെങ്കിൽ ഇല്ലാതെ പറയാനുള്ള ഉളുപ്പ് കാണിക്കണം, മനസ്സിലായില്ലേ? അതുകൊണ്ട് നിർത്തൂ. ആരെയെ പറ്റി എന്തിനാ ഷാഫി ചർച്ച ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നിട്ടുണ്ട്. അതാണ് ജനാധിപത്യ മര്യാദ. ചർച്ച തടസ്സപ്പെടുത്തുന്നത് ഷാഫിയും ലീഗും തുറന്നു കാട്ടപ്പെടുകയാണ്. ഷാഫി തുറന്നു കാട്ടപ്പെടുമ്പോൾ അസ്വസ്ഥതയാണ്. 10-14 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. ഷാഫി സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ ഇടപെടാതിരിക്കുമ്പോൾ എനിക്ക് തന്ന സമയമല്ലേ? എന്തിനാണ് ഷാഫി ഇടപെട്ടത്? മറുപടി പറയാനുള്ള എന്റെ സമയം മുസ്തഫയ്ക്ക് പറയാനുള്ളത് പറയട്ടെ. ചോദ്യം ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ എവിടെ സമയം? ഇല്ല, ഞാൻ സമയം തരാം. അയാൾ പുതിയ സമയം തരാം. നമ്മുടെ ചോദ്യത്തിന് അയാളോട് മറുപടി സ്മൃതി എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ അദ്ദേഹം ഉത്തരം പറയില്ല. അല്ലെങ്കിൽ അഥവാ അതിന് ഉത്തരമില്ല എന്ന് വേണമെങ്കിൽ ഞാൻ വ്യാഖ്യാനിച്ചോളാം. ശ്രീ വി പി പി മുസ്തഫ നേതാക്കൾ പല കാലങ്ങളിൽ പല നിലപാടെടുത്തതിനെ കുറിച്ച് നിങ്ങളുടെ നേതാക്കളും യുഡിഎഫിലെ നേതാക്കളും ഓരോ ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. ശ്രീ വി പി മുസ്തഫ ഒന്ന് കേൾക്കൂ. ഏകപക്ഷീയമായിട്ട് ഈ ചർച്ചയെ കൊണ്ടുപോയാൽ അല്ല, താങ്കൾക്ക് ഇതുവരെ ഇല്ലാത്ത രോഷം ഈ അവസാന നിമിഷം വരുന്നതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാകും. താങ്കൾക്ക് തുടക്കത്തിലോ ഈ മധ്യഭാഗത്തോ ഇടവേളയ്ക്ക് പോകുമ്പോഴോ ഒന്നുമില്ലാത്ത രോഷത്തിന്റെ അർത്ഥം ഈ അവസാന നിമിഷം വരുന്നതിൽ മനസ്സിലാക്കും. ശ്രീ വി പി മുസ്തഫ, താങ്കൾക്ക് ഈ പാഠപുസ്തക കമ്മിറ്റിയിൽ ജമാഅത്തെ നേതാക്കൾ എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് താങ്കൾക്ക് മറുപടി ഉണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് താങ്കൾ 80 മുതലുള്ള കാര്യം താങ്കൾ പറഞ്ഞു അല്ലേ? ഇല്ല, ഞാൻ 96-ലെയും 2011-ലെയും 2010-ലെയും കാര്യം പറയുമ്പോൾ ഇസ്ലാമി പ്രവർത്തിക്കുന്നത് അതിവിടെ ശ്രീ ഹാരിസ് കൃത്യമായിട്ട് വ്യക്തമാക്കി. ശരി, അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ നടന്ന സംഭവങ്ങൾ ഇവിടെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും സമരം ചെയ്തു. ഏതാനും മാസം ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനമായ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ നേതാവ് അസറുൽ ബന്നയുടെ ചിത്രം പിടിച്ചിട്ടാണ് കഴിഞ്ഞ മാസം കോഴിക്കോട് എയർപോർട്ടിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും സമരം ചെയ്തത്. എന്നിട്ട് അവരെ വെള്ള പൂശിയിട്ട് അവർ വർഗീയവാദിയൊന്നുമല്ല, വെൽഫെയർ പാർട്ടി എല്ലാ സമുദായക്കാരും ഉള്ളതാണ് എന്ന് ഒരു തനി വർഗീയവാദി ഇവിടെ വന്നതെന്ന് പറയുകയല്ലേ? വിമർശിക്കണ്ടേ? കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആരുടെ കൂടെയാ കൂട്ടിയത്? ബിജെപിയും ജമാഅത്തെ ഇസ്ലാമിയും ഒരുമിച്ചിട്ടാണ് സഖാവ് മുഹമ്മദ് യൂസഫ് തരീഖാമിക്കെതിരെ മത്സരിച്ചത്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. ഇത് പറയൂ ശ്രീ വി പി മുസ്തഫ, എന്ത് നിലപാട് മാറ്റം കണ്ടിട്ടാണ് നിങ്ങൾ പാഠപുസ്തക കമ്മിറ്റിയിൽ അവരുടെ ഒരു പ്രതിനിധിയെ ഉൾക്കൊള്ളിച്ചത്, പാലോളി കമ്മിറ്റിയിൽ ഉൾക്കൊള്ളിച്ചത്? ഒന്ന് പറയാമോ? അവര് ഞങ്ങളെ അങ്ങനെ ഒരു മാർക്സിസത്തെയോ കമ്മ്യൂണിസത്തെയോ ഇസ്ലാമി അവരോട് അവരിപ്പോഴും ഈ റീസെന്റ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ അതിതീവ്ര നിലപാടുകളാണ്. എന്നിട്ട് ഷാഫി പറയുകയാണ് ബിജെപിയിൽ വിമാനത്താവളത്തിലേക്ക് നടന്ന പ്രകടനമാണ് നിങ്ങളെ മാറ്റി ചിന്തിപ്പിച്ചതെന്നാണ്. അങ്ങനെയാണോ? യുഡിഎഫിന്റെ നേതാവല്ലേ ഇതല്ലേ അവിടെ സ്വീകരിക്കുന്നത്? ഇപ്പൊ ആകെ കണ്ടെത്തിയ ഒരു കാര്യം അതാണോ? കടുത്ത ആകെ കണ്ടെത്തിയ ഒരു കാര്യം അതാണോ?
പി മുസ്തഫ, അതേ സമീപനം പാഠപുസ്തക കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഇനിയും പറയാൻ സമയമുണ്ട്, പറയാമോ? ആ ബിജെപിയെ പോലെ തന്നെ പാഠപുസ്തക കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാൻ ഇനിയും സമയമുണ്ട്, പറയാമോ? എതിർക്കപ്പെടേണ്ടതാണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും. ആ സമീപനം തന്നെയാണ് ഞങ്ങൾ തുടർന്നിട്ടുള്ളത്. അവരും ആ സമീപനം തന്നെയാണ് ഞങ്ങളോടും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലും ഇനിയിപ്പോ നിങ്ങൾ പിണറായി വിജയന്റെ പ്രസ്താവനയൊക്കെ പറഞ്ഞു, ഞാൻ സമയം പാർട്ടി സെക്രട്ടറി ആയിരുന്നു 2014 നടത്തിയ പ്രസ്താവന ഈ ജമാഅത്തെ നിലപാടിൽ ഒരു തരത്തിലുമുള്ള പോരായ്മകളില്ല. പോരായ്മകളില്ലാത്ത നിലപാടാണ്. ഇല്ല, ഈ പറഞ്ഞ മറുപടികളിൽ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ മറുപടികളിലെ വ്യക്തത ജനം വിലയിരുത്തിക്കോളും. ശ്രീ ഷാഫി ചാരിയും താങ്കൾ ഇടയ്ക്ക് ബഹളം വെച്ചതുകൊണ്ട് താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് ദയവ് ചെയ്ത് ചർച്ച അവസാനിപ്പിക്കരുത്. നമുക്ക് അടുത്ത ദിവസം ഇരിക്കാനുള്ളതാണ്, സമയം കഴിഞ്ഞതുകൊണ്ടാണ്. ദയവ് ചെയ്ത് വളരെ വളരെ നന്ദി ശ്രീ VP. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.